أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى كل صحابته أجمعين أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 1ാമത്തെ പാഠമാണ് ഇന്നെടുക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. പാഠത്തിൻ്റെ പേര് സ്വബാഹുൽ ഈദ്, പെരുന്നാളിൻ്റെ പ്രഭാതം. അപ്പോൾ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് 3 കാര്യങ്ങളാണ്. ഫിഅല്, ഫാഇല്, മഫ്ഊലുൻ ബിഹി. ഈ 3 എണ്ണം എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഫിഅല് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയത്ത് സംഭവിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കിനേക്കാണ് ഫിഅല് എന്ന് പറയുന്നത്. ഫാഇല് എന്ന് പറഞ്ഞാൽ ഒരു ക്രിയ, ഒരു പ്രവർത്തനം ആരിൽ നിന്നാണ് സംഭവിച്ചത് എന്നറിയിക്കുന്ന നാമത്തിനേക്കാണ് ഫാഇല് എന്ന് പറയുന്നത്. മഫ്ഊൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനം ഏത് വസ്തുവിൻ്റെ മേലിലാണ് സംഭവിച്ചത് എന്നറിയിക്കുന്ന നാമത്തിനേക്കാണ് മഫ്ഊൽ എന്ന് പറയുന്നത്. അപ്പോൾ അർത്ഥം പറയാം. ഫി സ്വബാഹി യൗമിൽ ഈദി ഇസ്തയഖള സാലിഹുൻ വ ഉഖ്തുഹു സാലിഹത്തു ഖബലൽ ഫജ്രി. ഫി സ്വബാഹിൽ ഈദി, പെരുന്നാളിൻ്റെ പ്രഭാതത്തിൽ, ഇസ്തയഖള ഉണർന്നു, സാലിഹുൻ സാലിഹ് ഉണർന്നു, വ ഉഖ്തുഹു അവൻ്റെ സഹോദരി സാലിഹത്ത് സാലിഹും ഉണർന്നു, ഖബലൽ ഫജ്രി സുബഹിന് മുൻപായിട്ട്. വഖാല രണ്ടാളും പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന ഇലൈഹിൻ നുശൂർ. ഈ ദിക്ർ പറഞ്ഞു. എന്താ ഈ ദിക്റിൻ്റെ അർത്ഥം? മരിപ്പിച്ച ശേഷം ജീവൻ നൽകിയ അള്ളാഹുവിന് സ്തുതി, അവനിലേക്കാണ് ഉയർത്തി എഴുന്നേൽപ്പ്. ഇനി സുമ്മ തവല്ല സ്വാലിഹുൻ, പിന്നെ സ്വാലിഹ് വുളു എടുത്തു. വഖറജ ഇലാ മസ്ജിദി മഅ അബീഹി, അവൻ്റെ ഉപ്പയോട് കൂടെ പള്ളിയിലേക്കാണ് പുറപ്പെട്ടു. വസല്ലയ, അവർ രണ്ടുപേരും നിസ്കരിച്ച സുബ്ഹ ഫി ജമാഅത്തായി സുബ്ഹ നിസ്കരിച്ചു. വഖറഅ അൽ ഖുർആൻ, രണ്ടുപേരും ഖുർആൻ ഓതി. സുമ്മ റജഅ ഇലൽ ബൈത്തി, പിന്നെ രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങി. വസല്ലത്തു സ്വാലിഹത്തു, സ്വാലിഹ നിസ്കരിച്ചു. ഫി ബൈത്തിഹ, അവളുടെ വീട്ടിൽ, മാ ഉമ്മിഹ, ഉമ്മയോട് കൂടെ. വഖറഅത, രണ്ടുപേരും ഓതി. അൽ ഖുർആൻ ഓതി. സുമ്മ ദഹബൽ ജമീഉ, പിന്നെ എല്ലാവരും പോയി. ഇലൽ മത്ബഖി, അടുക്കളയിലേക്ക് പോയി. ഓക്കെ. പിന്നെ വസനഅത്തുൽ ഉമ്മു തആമൽ ലദീദ്, ഉമ്മ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടാക്കി. പിന്നെ വസാഅദഹ സ്വാലിഹുൻ വ ഉഖ്തുഹു, ഉമ്മയെ സ്വാലിഹും സഹോദരിയും ചേർന്ന് സഹായിച്ചു. സുമ്മ ഖതസല സ്വാലിഹുൻ ലിൽ ഈദി, പിന്നെ പെരുന്നാളിന് വേണ്ടി സ്വാലിഹ് കുളിച്ചു. വലബിസ മലാബിസഹു അൽ ജദീദ, അങ്ങനെ അവൻ്റെ പുതുവസ്ത്രങ്ങളൊക്കെ എന്തായി ധരിച്ചു. വഖറജ ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് അവൻ പോയി. അവൻ്റെ ഉപ്പയോടുകൂടെ വഹുമ, അവർ രണ്ടുപേരും യുക്കബ്ബിറാനി, തക്ബീർ ചൊല്ലി. വബഅദ സ്വലാത്തിൽ ഈദി, പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം, ലഖിയ സ്വാലിഹുൻ അസ്തിഖാഹു, സ്വാലിഹ് അവൻ്റെ കൂട്ടുകാരെ കണ്ടു. വസല്ലമ അലൈഹിം, അവർക്ക് സലാം പറഞ്ഞു. വതബാദലു അത്തഹാനി, അവർ ആശംസകൾ പരസ്പരം കൈമാറി. സുമ്മ സാറ സ്വാലിഹുൻ, പിന്നെ സ്വാലിഹ് സിയാറത്ത് ചെയ്തു, സന്ദർശിച്ചു. ഖബർ ജദ്ദിഹി വ ജദ്ദത്തിഹി, അവൻ്റെ വല്യുപ്പയുടെയും വല്യുമ്മയുടെയും ഖബർ, മാ അബീഹി, അവൻ്റെ ഉപ്പയോട് കൂടെ. വബഅദ ദാലിക, അതിനുശേഷം റജഅ ഇലൽ ബൈത്ത്, രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങി. വഖതസലത്ത് സ്വാലിഹത്തു, സ്വാലിഹ കുളിച്ചു. വസബഅത യദഹ ബിൽ ഹിന്നായി, അവളുടെ കൈകൾ മൈലാഞ്ചി ഇട്ടു. വലബിസൽ മലാബിസൽ ജദീദ, അവൾ പുതിയ വസ്ത്രം ധരിക്കുകയും ചെയ്തു. വസഅദത്തു ഉമ്മഹ ഫി തർത്തീബിൽ മാഇദത്തി, ഉമ്മയെ തീന്മേശ, ഡൈനിങ് ടേബിളൊക്കെ ക്രമീകരിക്കുന്നതിൽ സഹായിച്ചു. ഹളറ ജമീഉ അഅ്ളാഇൽ ഉസ്റതി ഹൗലൽ മാഇദ, ഹളറ ജമീഉൽ അഅ്ളാഇൽ ഉസ്റ, കുടുംബക്കാരെല്ലാവരും ഹാദറായി. ഹൗലൽ മാഇദ, ഡൈനിങ് ടേബിളിന് ചുറ്റുമായിട്ട് എല്ലാവരും കൊടുത്തു. അപ്പോൾ തനാവുലു താമ, ഒരു ഭക്ഷണം കഴിച്ചു. തുമ്മ സാറ സ്വാലിഹുൻ, പിന്നെ സ്വാലിഹ് സിയാറത്ത് ചെയ്തു. വ ഉഖ്തുഹു, അവൻ്റെ സഹോദരിയും. അൽ അഖാരിബ, അവൻ്റെ കുടുംബക്കാരെ. മാൽ അബവൈനി, അവരുടെ മാതാപിതാക്കളുടെ കൂടെ അവരുടെ കുടുംബക്കാരെന്തായി സന്ദർശിച്ചു. ഫഅതൽ അമ്മു സ്വാലിഹൻ, ഉപ്പയുടെ സഹോദരൻ അവർക്ക് സ്വാലിഹ് നൽകി. വ ഉഖ്തഹു, അവൻ്റെ ഉഖ്തിനും സഹോദരിക്കും നൽകി. ഈദിയത്തൻ ജമീല, നല്ല പെരുന്നാൾ സമ്മാനം അവർക്ക് നൽകി. വ അഅതാഹും അൽ ഖാലു, അമ്മാവൻ അവർക്ക് നൽകി. 100 റൂബിയ, 100 രൂപയും നൽകി. ഇതാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഇനി നമുക്ക് അൽ ബഹ്സു എന്നുള്ളത് ചർച്ച ചെയ്യാം. ബഹ്സ് എന്ന് പറഞ്ഞാൽ ചർച്ച എന്നാണ്. ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണം. കുല്ലു കലിമത്തിൻ മുലവ്വനത്തിൻ ബിൽ ലൗനിൽ അഹ്മരി ഫിന്നസി, പാഠത്തിൽ ചുവപ്പ് നിറത്തിൽ കളർ കൊടുത്ത എല്ലാ പദങ്ങളും, ചുവപ്പ് നിറത്തിലുള്ള എല്ലാ പദങ്ങളും വാക്കുകളും ഫിഅലുൻ ഫിഅലാണ്.
അപ്പോൾ കുല്ലു കലിമത്തിൻ മുലവ്വനത്തിൻ ബിൽ ലൗനിൽ അഖ്ദർ, പച്ച നിറത്തിലുള്ള എല്ലാ വാക്കുകളും തദുല്ലു അലാ മൻ വഖഅ മിൻഹുൽ ഫിഅൽ, ആരിൽ നിന്നാണ് ആ പ്രവർത്തനം ഉണ്ടായത് അവൻ്റെ മേൽ അറിയിക്കും. ആ പ്രവർത്തനം ആരിൽ നിന്നാണ് ഉണ്ടായത് അതിൻ്റെ മേൽ അറിയിക്കുന്ന വാക്കുകളാണ് പച്ച നിറത്തിലുള്ളത്. വകുല്ലു കലിമത്തിൻ മുലവ്വനത്തിൻ ബിൽ ലൗനിൽ അസ്റഖ്, നീല നിറത്തിലുള്ള കലിമത്തുകൾ പദങ്ങളൊക്കെ തദുല്ലു അലാ ഷൈഇൻ വഖഅ അലൈഹിൽ ഫിഅൽ, എന്തിൻ്റെ മേലാണ് പ്രവർത്തനം ഉണ്ടായത് ഫിഅൽ ഉണ്ടായത് അതിൻ്റെ മേൽ അറിയിക്കുന്ന ആ വസ്തുവിൻ്റെ മേൽ അറിയിക്കുന്ന കലിമത്തുകളാണ് നീല നിറത്തിലുള്ളത്. ഓക്കെ, നമുക്ക് നിങ്ങൾ അപ്പോൾ ഈ പാഠത്തിലുള്ള ആ ചുവപ്പ് നിറത്തിൽ കൊടുത്ത വാക്കുകൾ, പച്ച നിറത്തിൽ കൊടുത്ത വാക്കുകൾ, നീല നിറത്തിൽ കൊടുത്ത വാക്കുകളൊക്കെ ഒന്ന് വിശദീകരിക്കാം. ഒന്നാമത്തെ വരിയിൽ ഇസ്തയഖല സ്വാലിഹുൻ എന്നാണ്. ഇസ്തയഖല സ്വാലിഹുൻ, ഇസ്തയഖല എന്ന് പറഞ്ഞാൽ ഉണർന്നു എന്നാണ്. സ്വാലിഹുൻ അപ്പോൾ ഉണരുക എന്നുള്ളൊരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം ആരിൽ നിന്നുണ്ടായത്? സ്വാലിഹിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ സ്വാലിഹ് എന്നതാണ് ഇവിടെ ഐസ്മാണ് ഇവിടെ ഫാഇൽ. അതിൻ്റെ പിന്നെ രണ്ടാമത്തെ നോക്കൂ, തവല്ല സ്വാലിഹുൻ, സ്വാലിഹ് ഉളു എടുത്തു. അപ്പോൾ ഉളു എടുക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രവർത്തനം, ഒരു ഫിയൽ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ചുവപ്പ് നിറത്തിൽ കൊടുത്തത്, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ചുവപ്പ് നിറത്തിൽ കൊടുത്തത്. ഇനി ഉളു എടുക്കുക എന്നുള്ള പ്രവർത്തനം ഉണ്ടായതായിരുന്ന സ്വാലിഹിൽ നിന്നാണ്. ആ പ്രവൃത്തി ചെയ്തത് സ്വാലിഹാണ്. അപ്പോൾ സ്വാലിഹാണ് ഇവിടെ ഫാഇൽ, സ്വാലിഹാണ് ഫാഇൽ. ഇനി അടുത്ത് നോക്കൂ, സ്വല്ലത്ത് സ്വാലിഹത്ത്, സ്വാലിഹ നിസ്കരിച്ചു എന്ന്. അപ്പോൾ നിസ്കരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഫിയൽ പ്രവർത്തനം. ആ പ്രവർത്തനം ആരിൽ നിന്നാണ് ഉണ്ടായത്? സ്വാലിഹയിൽ നിന്നാണ്. അതുകൊണ്ട് സ്വാലിഹ എന്നുള്ളതാണ് ഇവിടുത്തെ ഫാഇൽ. ഓക്കെ, നേരെ അപ്പുറത്ത് ദഹബൽ ജമീഉ, എല്ലാവരും പോയി എന്ന്. അപ്പോൾ പോവുക എന്നുള്ളതൊരു പ്രവർത്തനമാണ്. അപ്പോൾ അതിനെ മേൽ അറിയിക്കുന്ന പദമാണ് ദഹബ എന്നുള്ളത്. അപ്പോൾ അതിന് എന്ത് പറയും? ഫിഅൽ എന്നാണ് പറയുക. ഇനി ആരാ പോയത്? പോവുക എന്നുള്ള പ്രവർത്തനം ഉണ്ടായതോ? അതെ, അപ്പോൾ എല്ലാവരും പോയി. അപ്പോൾ ജമീഉ എന്നുള്ള അതിനെ മേൽ അറിയിക്കുന്ന ഇസ്മ, അപ്പോൾ അതിനൊക്കെ എന്ത് പറയും? ഫാഇൽ എന്നാണ് പറയുക. ഇനി അതിന് നേരെ താഴെ വരിയിൽ സ്വനഅത്തിൽ ഉമ്മു തആമൻ, ഉമ്മ ഭക്ഷണം പാകം ചെയ്തു, ഉണ്ടാക്കി എന്നൊക്കെ. ആ പാകം ചെയ്യുക, ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രവർത്തനമാണല്ലോ. അതിൻ്റെ മേൽ അറിയിക്കുന്ന പദമാണ് എന്ത്? സ്വനഅ എന്നുള്ളത്. അപ്പോൾ സ്വനഅ എന്താണ്? ഫിഅൽ എന്നാണ് അതിന് പറയട്ടോ. പിന്നെ ആരാണ് ഉണ്ടാക്കിയത്? അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുക, അപ്പോൾ ഉണ്ടാക്കിയൊരു വ്യക്തി ഉണ്ടാവുമല്ലോ, ആ പ്രവർത്തനം ചെയ്ത ആൾ, അതിന് മേൽ അറിയിക്കുന്ന ഇസ്മാണിത് ഉമ്മ എന്നുള്ളത്. അപ്പോൾ ഉമ്മ അപ്പോൾ ആ ഇസ്മിനേക്ക് എന്ത് പറയും? ഫാഇൽ എന്നാണ് പറയുക. ഇനി എന്താണ് ഉണ്ടായത്? ഞാൻ പറഞ്ഞില്ലേ, മഫ്ഊൽ പറഞ്ഞു. ഏത് വസ്തുവിൻ്റെ മേലാണ് പ്രവർത്തനം ഉണ്ടായത് അതിൻ്റെ മേൽ അറിയിക്കുന്നതിനേക്കാണ് എന്ത് മഫ്ഊൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാക്കിയത്? ഭക്ഷണമാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ ത്വആമൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മേൽ അറിയിക്കുന്നത് അതെന്താ? ത്വആമൻ. ത്വആമൻ ഇവിടെ മഫ്ഊലും ബിഹി. ഇനി നേരെ താഴെയുള്ള വരിയിൽ നോക്കൂ, ഇഗ്തസല സ്വാലിഹുൻ, സ്വാലിഹ് കുളിച്ചു എന്നൊക്കെ. അപ്പോൾ കുളിക്കുക എന്നുള്ളതൊരു പ്രവർത്തനമാണ്. അപ്പോൾ ആ പ്രവർത്തനത്തിന് മേൽ അറിയിക്കുന്ന പദമാണ് ഇഗ്തസല എന്നുള്ളത്. അപ്പോൾ ഇഗ്തസല എന്താണ് ഇവിടെ? ഫിഅലാണ്. ഇനി ആ പ്രവർത്തനം ആരിൽ നിന്നാണ് ഉണ്ടായത്? അതെ, സ്വാലിഹിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ സ്വാലിഹ് എന്നുള്ള ഇസ്മാണ് ഇവിടെ ഫാഇൽ. ഇനി നമുക്ക് രണ്ടാമത്തെ പേജ് നോക്കി മുകളിൽ കണ്ടോ, ലഖിയ സ്വാലിഹുൻ അസ്തിഖാഅഹു, സ്വാലിഹ് അവൻ്റെ കൂട്ടുകാരെ കണ്ടു. അപ്പോൾ കാണുക എന്നുള്ളതാണ് ഇവിടെ പ്രവർത്തനം. അതിന് മേൽ അറിയിക്കുന്ന പദമാണ് ലഖിയ എന്നുള്ളത്. അപ്പോൾ ലഖിയ എന്നുള്ള ആ പദത്തിന് എന്ത് പറയും? ഫിഅൽ എന്ന് പറയട്ടോ. ആരാ കണ്ടത്? ആ കണ്ട വ്യക്തിയുടെ പേരാണ് സ്വാലിഹ്. അപ്പോൾ അതിൻ്റെ മേൽ അറിയിക്കുന്ന ഇസ്മന്ത് ആ ഇസ്മക്ക് എന്ത് പറയും? ഫാഇൽ എന്ന് പറയും. ഇനി ആരെ കണ്ടത്? അതും വേണമല്ലോ. അപ്പോൾ കണ്ട ആ വ്യക്തി അല്ലേ. അപ്പോൾ ആ ഫിഅൽ ഉണ്ടായത് എന്തിൻ്റെ മേലാണ്? അതിൻ്റെ മേൽ അറിയിക്കുന്ന ഒന്നിനേക്കാണ് മഫ്ഊൽ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? ആരെ കണ്ടത്? കൂട്ടുകാരെയാണ് കണ്ടത്. അപ്പോൾ അസ്തിഖാ ആണ് ഇവിടെ കൂട്ടുകാർ എന്ന് അറിയിക്കുന്ന പദം, അതിന് മഫ്ഊലും ബിഹി എന്ന് പറയും. അപ്പോൾ അസ്തിഖാണ് ഇവിടെ മഫ്ഊലും ബിഹി. ഇനി അതിന് നേരെ താഴെയുള്ള വരി നോക്കൂ, സാറ സ്വാലിഹുൻ ഖബറ, സ്വാലിഹ് ഖബർ സന്ദർശിച്ചു, സിയാറത്ത് ചെയ്തു. അപ്പോൾ സിയാറത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രവർത്തനം. അപ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദമാണ് ഇവിടെ സാറ എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഫിഅൽ എന്നാണ് പറയട്ടോ. അപ്പോൾ സാറ ഏതാണ് ചോദിച്ചാൽ ഫിഅലാണ്. ഇനി സ്വാലിഹുന്ന, അപ്പോൾ സിയാറത്ത് ചെയ്ത വ്യക്തിൻ്റെ പ്രവർത്തനം ഉണ്ടായതാരിൽ നിന്നാണ്? സ്വാലിഹിൽ നിന്നാണ്. അപ്പോൾ സ്വാലിഹാണ് ഇവിടെ എന്ത്? ഫാഇൽ. എന്താണ് സിയാറത്ത് ചെയ്തത്? ആ പ്രവർത്തനം എന്തൊന്നിൻ്റെ മേലാണ് ഉണ്ടായതല്ലേ. അപ്പോൾ ഇത് ഖബറാണ് സിയാറത്ത്. അപ്പോൾ ഖബർ എന്നുള്ളതാണ് ഇവിടെ മഫ്ഊൽ. ഇനി അതിന് നേരത്തെ ആളെ ഇഗ്തസലത്ത് സ്വാലിഹ, ഹദറ ജമീഉ, സാറ സ്വാലിഹുൻ അൽ ഖാദിബ, അഅത്തൽ അമ്മു സ്വാലിഹൻ, എഴുതിയത്ത് എന്നൊക്കെ കണ്ടോ. അപ്പോൾ ഇതിലൊക്കെയും എന്തുണ്ട്? ഫിഅലും. ആ ചുവപ്പ് നിറത്തിൽ കൊടുത്ത വാക്കുകളൊക്കെയും ഫിഅലുമാണ്, പച്ച നിറത്തിൽ കൊടുത്ത വാക്കുകൾ ഫാഇലുമാണ്, നീല നിറത്തിൽ കൊടുത്ത വാക്കുകളൊക്കെയും മഫ്ഊലാണ്. ഇനി ആ കള്ളിയിൽ കണ്ടോ എന്താണ് ഫിഅൽ, എന്താണ് ഫാഇൽ, എന്താണ് മഫ്ഊൽ എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട്. എന്താ അർത്ഥം പറയാം? അൽ ഫിഅലു കലിമത്തുൻ തദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൻ ഖാസിൻ.
ഫിഅൽ എന്ന് പറഞ്ഞാൽ കലിമത്തുൻ തദുല്ലു അലാ ഹുസൂലി അമരിൻ ഫീ സമീൻ ഖാസ്, ഒരു പ്രത്യേക സമയത്തുണ്ടാകും, ഒരു പ്രത്യേക സമയത്തുണ്ടാകുന്ന പ്രവർത്തനത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദത്തിനേക്കാണ് കലിമത്തിനേക്കാണ് ഫിഅൽ എന്ന് പറയുക. മനസ്സിലായോ? രണ്ടാമത്തെ ഫാഇൽ. എന്താ ഈ ഫാഇൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്മുൻ മർഫൂഉൻ യദുല്ലു അലാ മൻ വഖഅ മിൻഹുൽ ഫിഅൽ, ആരിൽ നിന്നാണോ ഫിഅൽ ഉണ്ടായത് അവൻ്റെ മേൽ അറിയിക്കുന്ന പദത്തിനേക്കാണ്, റഫ്ഇ ചെയ്യപ്പെട്ട ഇസ്മിനേക്കാണ് ഫാഇൽ എന്ന് പറയുന്നത്. എന്താണ്? ആരിൽ നിന്നാണോ പ്രവർത്തനം ഉണ്ടായത് അവൻ്റെ മേൽ അറിയിക്കുന്ന റഫ്ഇ ചെയ്യപ്പെട്ടതായ ഇസ്മിനേക്കാണ് ഫാഇൽ എന്ന് പറയുക. മർഫൂഉ എന്താണെന്ന് പറയണം. രണ്ടാമത്തെ എന്താ? മൻസൂബ് അൽ മഫ്ഊൽ ബിഹി. എന്താ മഫ്ഊൽ ബിഹി? ഇസ്മുൻ മൻസൂബുൻ യദുല്ലു അലാ ഷൈഇൻ വഖഅ അലൈഹിൽ ഫിഅലു, ആരുടെ മേലിലാണോ ഫിഅൽ ഉണ്ടായത് അല്ലെങ്കിൽ എന്തൊന്നിൻ്റെ മേലിലാണോ പ്രവർത്തനം ഉണ്ടായത് ആ വസ്തുവിൻ്റെ മേൽ അറിയിക്കുന്ന നസ്ബ് ചെയ്യപ്പെട്ടതായ ഇസ്മാണ് മഫ്ഊലുൻ ബിഹി. എന്താണ്? ഏതൊരു വസ്തുവിൻ്റെ മേലിലാണോ ഫിഅൽ ഉണ്ടായത് ആ വസ്തുവിൻ്റെ മേൽ അറിയിക്കുന്ന നസ്ബ് ചെയ്യപ്പെട്ടതായ ഇസ്മാണ് മഫ്ഊലുൻ ബിഹി. ഓക്കെ, അപ്പോൾ ഇതിൽ മൻസൂബ് മർഫൂ കണ്ടു അല്ലേ? മർഫൂ അതൊന്നും ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി അല്ലേ? ഫാഇൽ എപ്പോഴും മർഫൂ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക, മഫ്ഊൽ മൻസൂബ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അതായത് ഫാഇലിന് മർഫൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടയാളം എന്തായിരിക്കും? ലമ്മ ആയിരിക്കും. അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിനക്ക് ലമ്മ ആയിരിക്കും ഉണ്ടാകുക. മൻസൂബ് ആയിരിക്കുമ്പോഴോ അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിനക്ക് ഫത്ഹ ആയിരിക്കും ഉണ്ടാകുക. ശ്രദ്ധിച്ചോ? അപ്പോൾ ലഖിയ അല്ലേ? സ്വനാഅത്തിൽ ഉമ്മു തആമൻ, ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അതിൽ നിങ്ങൾ മഫ്ഊൽ കണ്ടോ? തആമൻ എന്ന മഫ്ഊലിക്ക് എന്താ? മൻസൂബാണ്. അപ്പോൾ അതുകൊണ്ട് ഫത്ഹ ഉള്ളത്. ഉമ്മു എന്നതിനൊക്കെ ഉമ്മു എന്ന വായിക്കുക. എന്തുകൊണ്ട്? മർഫൂ ആയതുകൊണ്ട് ലമ്മ കൊടുത്തിട്ടാണ് വായിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ.